കുട്ടനാട് പാക്കേജിന്റെ കാലാവധി കേന്ദ്ര ജല കമ്മീഷൻ നീട്ടി നൽകിയതായി ജലവിഭവ മന്ത്രി പി ജെ ജോസഫ്. 2016 ഡിസംബർ 31 വരെയാണ് കാലാവധി നീട്ടി നൽകിയത്. റിപ്പോർട്ടറാണ് കുട്ടനാട് പാക്കേജ് അവസാനിച്ചതായുള്ള വാർത്ത പുറത്തുവിട്ടത്. കടുത്ത വിവാദങ്ങൾക്കിടെയാണ് കുട്ടനാട് പാക്കേജിന്റെ കാലാവധി നീട്ടി നൽകിയതായി കേന്ദ്ര ജല കമ്മീഷൻ സംസ്ഥാനത്തെ അറിയിച്ചത്. കുട്ടനാട്ടിലെ 231 പാടശേഖരങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2016 ഡിസംബർ 31 വരെയും ഓണാട്ടുകരയിലെ 14 പാടശേഖരങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2015 മാർച്ച് വരെയുമാണ് നീട്ടി നൽകിയതെന്ന് ജലവിഭവ മന്ത്രി പി ജെ ജോസഫ് അറിയിച്ചു. പുറംബണ്ട് നിർമ്മാണം, എഞ്ചിൻ തറ നിർമ്മാണം എന്നിവയ്ക്കായി തുകയും അനുവദിച്ചിട്ടുണ്ട്. പാക്കേജിന്റെ കാലാവധി അവസാനിച്ചെന്ന വാർത്ത റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. ഇതിനെ തുടർന്ന് കുട്ടനാട് വികസന സമിതിയുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ നടന്നിരുന്നു. ഇതോടെ മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. പ്രധാനമന്ത്രിയെയും കേന്ദ്ര കൃഷിമന്ത്രിയെയും നേരിട്ട് കണ്ട് പാക്കേജ് നീട്ടി നൽകണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് പാക്കേജ് നീട്ടി നൽകിയതായി ജല കമ്മീഷൻ അറിയിച്ചത്. പാക്കേജിൽ വൻ അഴിമതി നടന്നതായും വിജിലൻസ് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം തന്നെ രംഗത്തെത്തിയിരുന്നു. ഏതായാലും അടുത്ത മാസം ആദ്യം കേന്ദ്ര കൃഷിമന്ത്രി കുട്ടനാട് സന്ദർശിച്ച് പാക്കേജിന്റെ നടത്തിപ്പ് വിലയിരുത്തും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.